പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പച്ചയിലാണ് ഇറങ്ങിയോണ്ടത്. ആകെ ഇവിടെ പച്ചയാണ്. മഴ പെയ്തോട് കൂടിയിട്ട് ആകെ പച്ചപ്പായി. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഈ ചുണ്ടങ്ങ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് ആ ജ്യൂസ് വേൾഡ് കണ്ടാൽ മനസ്സിലായേ? ഇല്ലേ, തമിഴ്നാട്ടിലത്തെ ചാനലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചുണ്ടങ്ങേരെ പ്രളയാണ്. അതന്നെ ചുണ്ടങ്ങ റെസിപ്പീസ് ഇൻ തമിഴ് യൂട്യൂബിൽ 10,000 വീഡിയോകൾ വരും. പക്ഷെ നമ്മൾ കേരളത്തിൽ നമ്മളെന്നുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പ്രസിദ്ധിയാക്കിയതെന്ന് തോന്നും കേട്ടോ. നെവിൻ ഫെർണാണ്ടസ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും മനോഹരമായ ഭാഗം കെട്ടിയോനും കെട്ടിയോളും കൂടിയുള്ള ചുണ്ടങ്ങ പൊട്ടിക്കലും സൊറ പറച്ചിലും ആയിരുന്നു. സന്തോഷം. ഇത് ചതയ്ക്കാൻ നിൽക്കുമ്പില്ലേ നമുക്ക് ദേഷ്യം വരും. അത് വേഗം അങ്ങോട്ട് നമ്മളുടെ ചേട്ടൻ്റെ മനസ്സിൽ ഒരു സെക്കൻഡ് കൊണ്ട് അത് തീർക്കണമെന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ തീരണ സാധനമല്ല. അത് കുറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉരുണ്ടു പോവും. അങ്ങനത്തെ സാധനമാണ്. അപ്പം നമ്മൾ സമയം എടുത്ത് കുറേശ്ശെ വെച്ചിട്ട് അത് ചെയ്യണം. അപ്പൊ അതെ, പൊട്ടിക്കൽ അതിന് ശേഷമുള്ള സൊറ പറച്ചിലെന്ന് ഉദ്ദേശിച്ചത് അവിടെ വന്നിട്ടുള്ളതായിരിക്കും. അത് അവളോ അമ്മീമിയുള്ള കുത്തിച്ചതയ്ക്കണ സമയത്തുള്ള ഇതുകൾ. രാധാമണി. അജു സരിത അജുവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ചുണ്ടങ്ങ കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഇവിടെ ചുണ്ടങ്ങ കിട്ടാനുണ്ട്. ഒരു ദിവസം ഞാൻ ഉപ്പേരി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കണം. അജുവിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതിന് ശേഷം അറിയാത്ത പലതും അറിഞ്ഞു. അതിനൊരു താങ്ക്സ്. തൈര് സാദം സൂപ്പർ. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം അജുവേട്ടാ, സരിതേച്ചി, ജഗ്ഗു. ടേസ്റ്റിയായ ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പറഞ്ഞു തന്നതിൽ പ്രത്യേകം നന്ദി. ചുണ്ടങ്ങ കൊണ്ടാട്ടവും കൂട്ടി തൈര് സാദം കഴിക്കുന്നത് കണ്ടപ്പോൾ കൊതിയായി കേട്ടോ. ചുണ്ടങ്ങ കൊണ്ടാട്ടം തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കും. ഇന്നത്തെ വീഡിയോ വളരെ ഇഷ്ടമായി. ഹാവ് എ ഗ്രേറ്റ് ഡേ. ചുണ്ടങ്ങ എല്ലാവരും ഒരു വീട്ടിലൊരു ചുണ്ടങ്ങ എന്നുള്ള ഒരു എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. കേരളത്തിലത്തെ എല്ലാ വീട്ടിലും ഒരു ചുണ്ടങ്ങ ആവട്ടെ. അതെ. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ, വരൾച്ച, ഇനി വെള്ളം, ഇന്ന് കുറെ രോഗകീടബാധകളൊന്നും തന്നെ വരില്ല. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏത് പ്രതിസന്ധിനെ ആൾ പിടിച്ചു നിൽക്കും. വളമിട്ട് കൊടുക്കണ്ട, ശ്രദ്ധിക്കേ വേണ്ട, വെച്ച് പോയാ മതി, അവമ്മ ഉണ്ടായിക്കോളും. അതന്നെ. അൾസറിനും വയറ് സംബന്ധമായല്ല, പൈൽസിന്, അങ്ങനെ കുറെ അസുഖങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു. ജയ ഉണ്ണികൃഷ്ണൻ. പൊന്നേരിയിലെ ഇവിടെ തമിഴ്നാട്ടിൽ തൈര് സാദം ഉണ്ടാക്കൂ. പൊന്നേരിയിലാണ്. പൊന്നേരിയിൽ ഉണ്ടാക്കണം. പൊന്നേരിയിൽ ഉണ്ടാക്കണ്ട. പൊന്നേരി വാങ്ങിക്കൂ ഇനി ചേട്ടാ. പൊന്നേരി വാങ്ങിക്കുന്ന ബുദ്ധിമുട്ട്. പൊന്നേരി പേടിയെ പോയിട്ട് പറഞ്ഞാൽ മതി. പൊന്നേരി തരൂര് പറയണ്ട അങ്ങനെ പോയിട്ട്. ചേട്ടനല്ല കടയിൽ പോണ ആള്. മീന സതീഷ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മ ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കി തരുമായിരുന്നു. വൈജയന്തി മനോഹരൻ. ചുണ്ടങ്ങ തൈരിലിടുമ്പോൾ ഇതിൻ്റെ ഒപ്പം മണത്തിനൊരു ചെറുനാരങ്ങ മുറിച്ചതും കാന്താരി കുത്തിയും ഇട്ടിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എരിയും പുളിയും കലർന്ന്. അത് ശരിയാ. അടുത്ത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് സരിത വീഡിയോ ഇപ്പോൾ കണ്ടു. ഇന്നത്തെ പാചകം സൂപ്പർ, നന്നായി. തൈര് സാദം കൊണ്ടാട്ടം ഇവിടെ ഞാൻ മുളക് പാവയ്ക്ക തൈരിലിട്ട് ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. മഴ സമയം ഉപകരിക്കും. ഇപ്പോൾ ആരോഗ്യം പോരാ. അതുപോലെ തന്നെ മാങ്ങ ഉണക്കി വെക്കും. ഒക്കെ ഓർത്തുപോയി. ചെറുപ്പത്തിൽ വളരെ ഉത്സാഹത്തോടെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു ഇടത്തരം കാലഘട്ടത്തിൽ, അതിപ്പോൾ ഭയങ്കര പ്രായമായിട്ടുള്ളല്ല, അതിൻ്റെ ഇടത്തരം ഒരു 10-70 വയസ്സായിട്ടുള്ള അമ്മമാരില്ലേ, അവരൊക്കെ ഇങ്ങനത്തെ ഈ കുറേ സാധനങ്ങളൊക്കെ ഉണക്കും സൂക്ഷിച്ചൊക്കെ വയ്ക്കും. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഒക്കെ ഒപ്പം മൊബൈലെടുത്ത് ഓർഡർ കൊടുത്തു. അല്ല, ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ വിട്ടു പോന്നു. അതിന് മുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പോൾ 90 വയസ്സും 95 വയസ്സുള്ള അമ്മമാരില്ലേ, അവര് കണ്ടമാനം സാധനങ്ങൾ, ഈ നാടൻ സാധനങ്ങളൊക്കെ എടുത്ത് ഉണക്കി ഇതൊക്കെ സൂക്ഷിച്ചു വരുന്നു. ഈ 10-70 വയസ്സായി 65 അതന്നെ അവരെ കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞു തുടങ്ങി. ഇവർക്ക് വയ്യാണ്ടായി തുടങ്ങി. അപ്പൊ പിന്നെ അതെ, അപ്പൊ അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടോ, മനസ്സുകൊണ്ട് അത് ആഗ്രഹമുണ്ടോ, പക്ഷെ ശരീരം ആരോഗ്യം അതിനനുവദിക്കുന്നില്ല. പിന്നെ ആർക്കും വേണ്ടത് ഉണ്ടാക്കി കൊടുത്താലും വീട്ടിലുള്ള പിള്ളേർക്ക് ആർക്കും വേണ്ട, തല്ലി തിരിപ്പീന. സുഹ്റ മൻസൂർ. കുരു ഒന്നും കളയണ്ട. ഞങ്ങൾ വയനാട്ടുകാരെ റെസിപ്പി വേറെയുണ്ട്. ഞങ്ങൾ അതിന് വടുവ എന്നാ പറയാ. ചുണ്ടങ്ങ പുഴുങ്ങി വെള്ളം കളഞ്ഞ് ചുണ്ടങ്ങ പുഴുങ്ങിയതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്ത് ചതച്ച് അതിൽ അരി വറുത്ത് പൊടിച്ചതും ജീരകവും ചേർത്ത് ചെറിയ ഉരുളകളാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ എത്ര കാലം വേണമെങ്കിലും എടുത്തു വെക്കാം. സോറി, എല്ലാം കൂടി കൂട്ടി കുഴയ്ക്കുമ്പോൾ ഉപ്പും ചേർക്കണേ. ചുണ്ടങ്ങ പടുക അല്ലേ, വയനാടുകാരെ പലഹാരം. അത് നമുക്കൊന്നും ഉണ്ടാക്കണമല്ലോ ചുണ്ടങ്ങ. ഞാൻ കുറെ കണ്ടു.
ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഈ സാധനല്ലേ? ഇത് ഇപ്പൊ ചുണ്ടങ്ങരെ നമ്മൾ മനസ്സിലാവും. കുറച്ച് ദിവസം ഉപേക്ഷിക്കുക. കാരണം ചുണ്ടങ്ങിയാണ് ആളുകൾക്ക് ഇപ്പോഴത്തെ ചുണ്ടങ്ങ വെയിൽ തെച്ച് ഉണക്കണം. വെയിലായിട്ട് ചെയ്യാം, വെയിലുള്ളപ്പോഴാ ചെയ്യാൻ പറ്റും. മഴത്തൂളുണ്ട് ചെറുതായിട്ട്. അടുത്ത വെച്ചു അല്ല, എന്നിട്ട് ഇത് ഉപയോഗിക്കണത് എങ്ങനെയാന്ന് പറഞ്ഞില്ലല്ലോ. വല്ല വറുത്ത് കോരി തിന്നണതോ വെളിച്ചെണ്ണയിലിട്ട് അങ്ങനെയായിരിക്കും. നമുക്ക് കാണാം, ബടുക എങ്ങനെയാണ് കാണാം. അടുത്ത ആഴ്ച. അയ്യോ, വിപിൻ അപ്പു കുമാർ, കൈകൊണ്ട് ഇളക്കിയത് അജുവേട്ടൻ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇളക്കിയത് മുതൽ വീഡിയോയുടെ എൻഡ് വരെ പുള്ളി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടാവോ എന്ന ടെൻഷൻ. ആളുകൾക്ക് ഇഷ്ടാവോ എന്നുള്ള ടെൻഷനാണ്. ഞാൻ കുഴച്ചത് ഇഷ്ടപ്പെടാണ്ടാണോ? അല്ലല്ല, നീ കുഴച്ചത് കുഴപ്പമില്ല. അതായത് നമുക്ക് ഈ മുറിച്ചത് നമ്മൾ വീണ്ടും വേവിക്കാനുള്ളത് അങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെ കൈ കൊണ്ട് ഇളക്കിയിട്ടാക്കുന്നുണ്ട്, കുഴപ്പമില്ലേ? മനസ്സിലായ? അങ്ങനെയുള്ള ചേട്ടൻ ചോറ് വാരി വാരി കുളച്ച് ഉണ്ണണില്ലേ? ഓരോ ഉരുള എനിക്കും ജഗ്ഗുനും വായിൽ വെച്ചിരുന്നില്ലേ? അപ്പൊ അതിനെന്നിട്ട് അത് കുഴപ്പമില്ലേ? പ്രശ്നമല്ലേ? അതല്ലാന്ന് കാണുമ്പോഴേ ചോറ് ഇങ്ങനെ ഇങ്ങനെയിട്ട് കുഴച്ചിട്ട് പിന്നെ ഇത് കഴിക്കുന്ന പറയുമ്പോൾ അതെന്തോന്ന് എനിക്ക് വിശദമാക്കി പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ ചമ്മന്തി അരക്കുന്ന കൈ കൊണ്ടാണ്, നമുക്കത് ഒരു ഇത് തോന്നില്ല. ഒരു എന്താ തോന്നാത്ത? അത് പിന്നെ ചോറാകുമ്പോ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് ആക്കുമ്പോഴേ അത് അറപ്പ് തോന്നും. ഇങ്ങനെ പീച്ചി ഇങ്ങനെ വിരലിന്റെ ഇടയിൽ കൂടെ ഒക്കെ തുറപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ കുഴക്കില്ലേ, അങ്ങനെ പീച്ചി അലമ്പണ് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നും. ഞാൻ ജസ്റ്റ് വെറുതെ വിരലുകൊണ്ട് അതിങ്ങനെ യോജിപ്പിച്ചിട്ടുള്ളൂ. ഒന്നാമത്തേൽ അത് മൺചട്ടിയിൽ നമ്മൾ ടീസ്പൂണും കയ്യിൽ സ്റ്റീലിന്റെ ഒക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഒരു ജാതി കരകര ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പല്ലൊക്കെ പുളിക്കും. അത് മരത്തിന്റെ കയ്യിലോണ്ടൊക്കെ ഇളക്കാണെങ്കിൽ ഓക്കെ. ഞങ്ങള് 1986 സമയത്ത് തമിഴ്നാട്ടിലേക്ക് ടൂറ് പോയി പണ്ട്. ആ സമയത്ത് അല്ല, അത് ആ സമയത്ത് ടൂറ് പോയത് ഒരു മഹീന്ദ്ര പണ്ടത്തെ ഒരു ചില്ല് കൊട്ടാരം പോലത്തെ ഒരു പണ്ടത്തെ വാൻ കണ്ടുണ്ടാവും. അതിലാണ് പോയത്. 10-15 പേര് കൂടി ടൂറ് പോയി. അങ്ങനെ തിരുനെൽവേലി വശത്ത് എത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിജനമായ ഹൈവേയാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ഹോട്ടൽ പോലെ, ഹോട്ടലൊന്നും പറയാൻ പറ്റില്ല, ഒരു ഓല ഒക്കെ മേഞ്ഞിട്ട് ഈ മണ്ണോണ്ടൊക്കെ പൊത്തിയിട്ടുള്ള ഒരു അവിടെ ഊണൊക്കെ ഉണ്ട്. അപ്പോൾ ചുട്ട പൊരി വെയിലാണ്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇടിഞ്ഞ് പൊടിഞ്ഞ് വിടാറായത് ബെഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ വിളമ്പാനായിട്ട് ഇല ഉണന്നിട്ട് വെച്ചു. ഇലയിലാണ് വിളമ്പണത് ചോറ്. ഒരു കാര്യം പറയട്ടെ, ചാർലിന് പൂട്ടിട്ടപ്പോ നിക്ക അല്ലല്ല കിടക്കായിരുന്നു. ഇപ്പം ഞാനിപ്പോ കണ്ടല്ല. അയ്യോ സോറി. എന്നിട്ട് നിനക്ക് ഈ വലിയൊരു കലത്തിലാണ് ചോറ് കൊണ്ടിരുന്നത്. ഈ പച്ചരി ചോറാണ് കൊണ്ടിരുന്നത്. ചോറ് കൊണ്ടിരുന്നത് അത് വിലറിയില്ല. ചോറ് കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വൃത്തികെട്ട ഈ ഷർട്ടൊന്നും ഇടാണ്ട് ആകെ ഒരു വൃത്തികേടത്തിൽ കയ്യൊക്കെ ഒരു ജാതി കഴുകാത്ത ഒരു ഇയാള് എന്നിട്ട് ഈ കലത്തിലാണ് കൊണ്ടുവന്നത്. ചോറ് കൈകൊണ്ടാണ് കോരിയിട്ടിട്ട് എല്ലാവരുടെ ഇലയിലിട്ടിട്ട് പോണത്. അതിൻ്റെ പിന്നിയോടെ ഒരാൾ കൂട്ടാൻ കൊണ്ടിരുന്നത് വെച്ചിട്ടിരിക്കേ, കയ്യിലൊന്നുമില്ല, കൈ കൊണ്ട് വാരി പൊത്തി വെച്ച് പോകണം. വർഗീസ് ഉണ്ട് നമ്മുടെ അടുത്ത്. വർഗീസിന് വൃത്തി എന്ന് പറഞ്ഞ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഓട്ടോറിക്ഷയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് പെട്ടി ഓട്ടോറിക്ഷയുടെ കഥ പറഞ്ഞിട്ട് വർഗീസിൻ്റെ ലൈഫിലേ അയാൾ ചോറിൽ കൂട്ടാൻ വെച്ചിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തു. ഇനി ഇവൻ മഴക്കാനായിട്ട് ചോറ് കണ്ട് കൂട്ടി കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ട് അവരിൽ ഏറ്റവും വൃത്തിയുള്ള ആളേല് ഇവൻ എല്ലാവരുടെ വേസ്റ്റ് തവിടുപൊടിയിട്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു നിവർത്തിയില്ലേ? ഇനി ഭക്ഷണം കിട്ടണമെങ്കിൽ വല്ല മധുരയൊക്കെ ഇതിരിയൊക്കെ എത്തണം, വഴി കുറെ പോകണം. അപ്പൊ അങ്ങനത്തെ ചില സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കുഴച്ചു തരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ ചെന്നു അപ്പോഴൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതിപ്പോൾ ഞാൻ കുഴച്ചത് കഴിക്കാൻ ചേട്ടൻ എന്താ ബുദ്ധിമുട്ടെന്ന്? എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ ആളുകൾ കാണുമ്പോഴുള്ള ഇത് പറഞ്ഞാലും അതല്ല, ആളുകൾക്ക് കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും പിൻവലിച്ചിരിക്കുന്നു. അതേ, അപ്പൊ ഇത് ഇപ്പോഴൊന്നും അങ്ങനെ ചേട്ടാ തമിഴ്നാട്ടിൽ. അന്ന് എത്ര കൊല്ലം, 10-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടാ. ഇപ്പോൾ അപ്പോൾ അങ്ങനത്തെ കടകൾ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറയാം. അടുത്ത വായിച്ച സീനത്ത് എമ്മ, ഞാനും ഉണ്ടാക്കാറുണ്ട് ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി, നല്ല ടേസ്റ്റാണ്. അജുവേട്ട സ്ഥലത്തേക്ക് ഹെൽപ്പ് തന്നെ, അങ്ങനെ വേണം. കുടുംബത്തിൽ സന്തോഷം സമാധാനം നിലനിൽക്കും. സന്തോഷം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് സുഖം. ഇങ്ങനത്തെ ഉണക്കണ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ചേട്ടൻ അത് കറക്റ്റായിട്ട് ഇപ്പം മുളക് മല്ലിയൊക്കെ ഉണക്കി പൊടിപ്പിക്കൽ, അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന ചേട്ടൻ തന്നെ അത് കഴുകി വെയിലത്തിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് വെച്ച് രാവിലെ ആകുമ്പോൾ എടുത്തിട്ട് ഒക്കെ ചേട്ടൻ ചെയ്തോളും. നാളികേരം പൊതിച്ച് കൊപ്രയാക്കി അത് ഉണക്കി
നാളെ ആട്ടി കൊണ്ടുവരല്, അങ്ങനത്തെ എല്ലാതും ചെയ്യും. ഒന്നും എനിക്കറിയണ്ട. അത് വീട്ടിലത്തെ സാധനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട, ചിലത് ഓർമ്മിപ്പിക്കേണ്ടി വരും. അത് സാധനങ്ങളൊക്കെ കഴിഞ്ഞത് തന്നെ വേണം. പറഞ്ഞാൽ ഇനി വാങ്ങിച്ചു കൊണ്ടുവരുള്ളൂ. പറഞ്ഞാലും ചിലപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരില്ല. അപ്പം ഞാൻ പറയാറുണ്ട് അതൊക്കെ അല്ലൻ ചേട്ടൻ. അല്ലൻ ചേട്ടൻ എല്ലാ ദിവസവും ജോലിക്ക് പോകണല്ലോ, പിന്നെ അടുക്കള കയറിയിട്ട് ഒരു പരിശോധന എല്ലാ ദിവസവും. പാത്രങ്ങൾ ട്രാൻസ്പാരൻ്റ് അല്ലാത്ത ചെപ്പുകളാണെങ്കിൽ തുറന്നു നോക്കും കഴിയാറായോ എന്ന്. അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് വരും. ചേച്ചിക്ക് അത് വല്ലതും കഴിഞ്ഞു എന്ന് പറയേണ്ടി വരാറില്ലേ. ഇതിൽ വലിയൊരു കാര്യം ഉണ്ട് കേട്ടാ. നമ്മൾ പീടിയെ പോവുകയാണെങ്കിൽ കടയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ നീ വാങ്ങിച്ചുകൊണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സരിതനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ വിചാരിച്ചതിൻ്റെ ഒരു 3 ഇരട്ടി സാധനങ്ങളും കൂടി കൂടുതൽ വാങ്ങിക്കാൻ കൊണ്ടുപോകാറില്ല ചേട്ടൻ. അല്ല ചേട്ടൻ ഇന്ന സാധനം കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോ കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാട്സപ്പിൽ ഇട്ടോ എന്ന് പറയും. അപ്പൊ അതിടും, പിന്നെ വാങ്ങിച്ചിട്ട് വരും. ഞാൻ പറയുന്നത് അല്ല, ഞാൻ ചിലപ്പോ അങ്ങനത്തെ പേടിന്റെ ചേച്ചിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ലേ ചേച്ചിനെയും കൊണ്ട് പോയാലും ഒന്നും സംഭവിക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്തായാലും വീട്ടിലത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുടുംബത്തിലത്തെ ആണുങ്ങളും കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിപ്പോ ചേട്ടൻ പുറത്തേക്ക് ഇപ്പൊ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളാണ്. ഇതൊന്നും ശ്രദ്ധിക്കാനോ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉണക്കൽ പിടിക്കൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അത് ചേട്ടൻ ഇവിടെ 24 മണിക്കൂർ വീട്ടിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ ഇതൊക്കെ ചെയ്യാൻ പറ്റണേ അല്ലേ. മിച്ചൂസ് ചെമ്മീൻ ചമ്മന്തി. ഇനി ഒരു രഹസ്യം പറയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കുണ്ടാവും, വിട്ടുപോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെക്കാറുണ്ടായിരുന്നു, റോസ്റ്റ് ചെയ്യുമായിരുന്നു, ഉണക്ക ചെമ്മീൻ വാങ്ങിച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുമായിരുന്നു. എൻ്റെ കുട്ടികൾ എവിടെ ചെമ്മീൻ കണ്ടാലും വാങ്ങിക്കും. ഒരു ദിവസം എൻ്റെ മൂത്ത മോൻ, 28 വയസ്സാണ് അവന്, അവൻ കടയിൽ നിന്നും കിട്ടുന്ന ഫ്രൈ ചെയ്ത ചെമ്മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഒരു 20 മിനിറ്റ് ആവുമ്പോഴേക്കും അവന് ചൊറിയാൻ തുടങ്ങി. പിന്നെ ശരീരം തടിച്ചു വീർക്കാൻ തുടങ്ങി. കണ്ണൊക്കെ നീര് വന്ന് വീർത്തു. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയത് കൊണ്ട് എൻ്റെ മോൻ രക്ഷപ്പെട്ടതാണ്. അവന് ചെമ്മീൻ അലർജിയാണ്. കൂന്തൽ, കണവ, ഞണ്ട്, ചെമ്മീൻ ഇതൊന്നും അവന് കഴിക്കാൻ പാടില്ല. അവന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളും കഴിക്കാറില്ല. ചെമ്മീൻ നല്ലതൊക്കെ തന്നെയാണ്, ചില സമയത്ത് വില്ലനാവും. അലർജി ഉള്ളവർ സൂക്ഷിക്കണം കേട്ടോ. ശരിയാ. ചില ഭക്ഷണ സാധനങ്ങളെ ശരീരം പോയ്സൺ അതായിട്ടാ കണക്കാക്കാന്ന്. അപ്പൊ അവരതിനെ പുറന്തള്ളാൻ ശ്രമിക്കും ശരീരം. അപ്പൊ അത് അടുത്തത് ധന്യ KG. ഞങ്ങളുടെ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ചെമ്മീനുണ്ട്. പ്രദേശത്ത് ചെമ്മീൻ ധാരാളം കിട്ടും. ആലപ്പുഴ പ്രദേശത്ത് ധാരാളം ചെമ്മീൻ കിട്ടുന്നാവും ഉദ്ദേശിച്ചത്. 5 കിലോ പച്ച ചെമ്മീൻ ഉണക്കിയാൽ 1 കിലോ ചെമ്മീൻ കിട്ടും. വീടിന്റെ ടെറസിലിട്ടാൽ 2 ദിവസം മതി ഉണങ്ങി കിട്ടാൻ. അത് കറക്റ്റാ. ഞങ്ങള് ഉണക്കിയത് തൂക്കം നോക്കിയില്ലേട്ടാ, അത്ര ഉണ്ടാവുള്ളൂ. ടെറസിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേഗം ഉണങ്ങി കിട്ടും. നമ്മുടെ ഈ ഷീറ്റ് അത് ശരിയാ. വെയില് പോയാലും ടെറസുമേലത്തെ ചൂട് നിൽക്കുമല്ലോ, അപ്പോ വേഗം ഉണങ്ങും. മൂളിന്നും അടിയിന്നും ചൂട് കിട്ടല്ലേ. അടുത്തത് ബേബി ജോസഫ്. ഉണക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു സഞ്ചിയിലിട്ട് ഒന്ന് തല്ലിയെടുത്താൽ തല, വാൽ, കാല് എല്ലാം പോയി കിട്ടും. അപ്പോൾ ടിന്നിലിട്ട് വെക്കാൻ സ്ഥലവും കിട്ടും. അത് വെറുതെ കുടഞ്ഞാൽ മതി, എല്ലാ തലയും വാലും ഒടിഞ്ഞു പോവും. നല്ല ഐഡിയല്ലത്. അത് നോക്കിക്കോട്ടെ. പിന്നെ അപ്പൊ ചെറിയ പാത്രം മതിയില്ലേ, ഇതിപ്പോ വണ്ടൻ പാത്രം വേണ്ടേ. ലതാ ജ്യോതിനാഥൻ. സൂപ്പർ ചമ്മന്തിപ്പൊടി. വീട്ടിൽ ആ സ്റ്റീൽ മേശ ഉള്ളതിനാൽ നല്ല സുഖമാണ്. പിന്നെ കഴുകിയ ചെമ്മീൻ ആയതിനാൽ വീണ്ടും കഴുകണം. അതിപ്പോ എങ്ങനെയാലും ശരിയാ. അത് കഴുകിയില്ലേലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കണത് നമുക്കറിയില്ല. അന്തരീക്ഷ പൊടി പടലങ്ങളൊക്കെ അന്ന് വരുമല്ലോ, വെറുതെ കഴുകണല്ലോ. നമ്മുടെ മേശ അടിപൊളിയാ. ഇതിന് ഇനി വെയിൽ ഉദിക്കുമ്പോ അത് കംപ്ലീറ്റ് ഒരു ദിവസം തലയും വാലും കഴുകി ഉണക്കി വെക്കാം. ഇനി കഴുകി ഉണക്കി വെക്കല്ല ചെയ്യാ. ഇനി വെറുതെ സഞ്ചിയിലിട്ട് കൊടയാ. അപ്പൊ അതിന്റെ തലയും കിലൊക്കെ പോകുന്നു. എന്നിട്ട് അത് പറക്കി തലയും മാറ്റിട്ട് ചെപ്പിലിട്ട് വെച്ചാൽ മതി. ഉപയോഗിക്കുമ്പോ കഴുകിയാൽ മതി. അതന്നെ പറഞ്ഞ ഉപയോഗിക്കുമ്പോ കഴുകിയപ്പോ കണ്ട ആ പാത്രത്തിന്റെ കോലം അത് വറുത്തപ്പോ. ശരിയാ, അതാ പറഞ്ഞേ. ശരിയാ. വിജി ജിജു. ഞങ്ങൾ ചെമ്മീൻ വാങ്ങുന്നത് കിലോയ്ക്ക് 1000 രൂപയാണ്. അവർ തന്നെ ഉണക്കുന്നതാണ്. നല്ല വലിയ ചെമ്മീനാണ് ഇത്. 3 കിലോഗ്രാം ഉണക്കിയപ്പോൾ എത്ര കിട്ടിയെന്ന് പറയൂ, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാലോ. ഇപ്പോൾ ചെമ്മീൻ്റെ സീസണാണ്. 1 കിലോൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. തലയും ഇതൊക്കെ അടക്കം മൊത്തം 1 കിലോ ഉണ്ടാവും. 3 കിലോന് മീതി ഉണ്ടായിരുന്നു.
അതിൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്ന ആളില്ല. വില എന്ന് പറഞ്ഞാൽ അവൻ വെറുതെ അവൻ തന്നിട്ട് കാശൊന്നും വാങ്ങിച്ചില്ലേ, നമ്മുടെ കൂട്ടുകാരനാണേ. എന്നാലും 10, 300, 350 അത്രയും ഉണ്ടാവും വില. അപ്പൊ 700, ഒരു 1050, 1100 രൂപയുടെ ചെമ്മീനാന്ന് വിചാരിക്കും. അത് ഉണക്കുമ്പോ 1 കിലോ കിട്ടും. വിനീത മാർക്സ്: ഈ ചെമ്മീൻ അല്ല ഉണക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇത് കറുത്തിരിക്കും. അതന്നെ, കറുത്തിരിക്കും. ടേസ്റ്റ് ചെറിയ ചെമ്മീനാണ്. അതെ, അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ മുന്നൊക്കെ വാങ്ങിക്കാറില്ല, ചെറുതായിരുന്നു. അത് ഉണക്കി കഴിയുമ്പോൾ ചുമന്നിട്ടായിരിക്കില്ല, ഈ കറുപ്പ് കളർ വരില്ലേ, അഴുക്കും ഉണ്ടാവില്ല എൻ്റെ ഉള്ളിൽ. ഉണക്കിൻ്റെ ആദ്യത്തെ ദിവസം സരിത പറയുന്നുണ്ട് ഉറുമ്പ് കയറുമെന്ന്. അജു സമ്മതിച്ചില്ല, ഉറുമ്പൊന്നും വരില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോകളിൽ അജു തന്നെ പറയുന്നു ഉറുമ്പ് വരുന്നു. അപ്പോൾ അതല്ലേ സരിത ആദ്യത്തെ ദിവസം പറഞ്ഞത്. ഒരു തരത്തിലും സരിത പറയുന്നത് അംഗീകരിക്കില്ല. ഞാൻ മാത്രം ശരി എന്ന മനോഭാവം. ചെമ്മീൻ പൊടിക്ക് ഉപ്പ് കുറവാണ്, പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ മടി, അതുകൊണ്ട് ഉപ്പ് ഇത് മതി എന്ന് 2-3 തവണ പറഞ്ഞു. ലാസ്റ്റ് ഒരു അല്ലേ സരിത എന്നൊരു ഡയലോഗ്. സമ്മതിച്ചു തരണം സരിതയെ. അതെ, ഞാൻ പറയണത് ഉറുമ്പ് കയറുന്ന് പറഞ്ഞ എങ്ങനെയാണെന്നറിയോ, ആ മേശയില്ലേ, നമ്മൾ വെയിൽ പോണതിന് മുമ്പ് ചെമ്മീൻ ഇങ്ങോട്ട് എടുക്കണമെന്ന്. വെയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേശ തണുക്കും. അപ്പോഴാണ് ഉറുമ്പ് വരുന്നത്. അല്ല, അതൊക്കെ അത് ചേട്ടൻ അങ്ങനെ പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഇത് ഉണക്കി നമ്മൾ കൊണ്ടുവരില്ലേ, അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചില്ലേ ആദ്യത്തെ 2-3 ദിവസം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് വൈകുന്നേരം അത് പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ രാത്രി ഉറുമ്പ് വരുന്നു. അപ്പൊ ചേട്ടൻ ഉറുമ്പ് വരില്ല എന്ന് പറഞ്ഞു എന്നോട്. പിറ്റേ ദിവസം ചേട്ടൻ അതെടുത്ത് വെയിലത്തിടുന്ന സമയത്ത് പറഞ്ഞു, ഇന്നലെ ഇത് ഫ്രിഡ്ജിലാണ് വെച്ചേ, കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരേ. അത് കാരണം ഉറുമ്പൊന്നും വരില്ല പുറത്ത് വെച്ച്. ഞാൻ പിറ്റേ ദിവസം പുറത്ത് തന്നെ വെച്ചേ, ഫ്രിഡ്ജിൽ വെച്ചില്ല. ആദ്യത്തെ 1 ദിവസം മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. ആദ്യത്തെ ഒരു ദിവസം അല്ല ചേട്ടാ, പിന്നെ 2-3 ദിവസം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേ. ഓർമ്മയൊന്നുമില്ല, ഓർമ്മയൊക്കെ പോയി. അടുത്ത ആഴ്ച. എസ് ബായുഷി: പാവം നമ്മുടെ അജു ചേട്ടൻ. ഈ ചെമ്മീൻ പൊടി ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ പുള്ളി അനുഭവിച്ച ത്യാഗങ്ങൾ ഹിമാലയത്തോളം വരും. ഗന്ധം, ചെമ്മീൻ വറുത്തപ്പോൾ ഉണ്ടായ ആ സുഗന്ധം കാരണം അയൽപ്പക്കത്തെ പൂച്ചകളെല്ലാം അജുചേട്ടൻ്റെ വീട്ടുവാതിൽക്കൽ ക്യൂ നിന്നു. ചുമ, മുളക് വറുത്തപ്പോൾ ഉണ്ടായ പുകയിൽപ്പെട്ട് അജുചേട്ടൻ 1-2 വട്ടം ബോധം കെട്ടു വീണില്ലെന്നേ ഉള്ളൂ. കണ്ണുനീർ, ഉള്ളി തൊലിച്ചും പുകയേറ്റും അജുവേട്ടൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ കണ്ടാൽ തോന്നും ആകാശദൂതിലെ മാധവി വരെ തോറ്റുപോയെന്ന്. ഒടുവിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ആ ചെമ്മീൻ പൊടി കൂട്ടി അജുചേട്ടൻ ഒരു ഉരുള ചോറ് കഴിച്ചു. ആ ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോഴുള്ള ആനന്ദമുണ്ടല്ലോ, ആ നിമിഷം പുള്ളി പഴയ സങ്കടങ്ങളെല്ലാം മറന്നു. ഒരു ഉരുള ചോറിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം സഹിച്ച അജുചേട്ടനാണ് യഥാർത്ഥ ഭക്ഷണ പോരാളി. എന്താ കഥ. ഒരു കമന്റ് കൂടി ഉണ്ടല്ലോ, പിൻ ചെയ്ത് വെച്ചാണ് ചേട്ടൻ. ബാല്യത്തിന്റെ മണമുള്ള ഈ എസ് ബായുഷിനെ വാഴക്കുടപ്പൻ. ബാല്യത്തിന്റെ മണമുള്ള ഓർമ്മച്ചെപ്പുകളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു അധ്യായമാണ് ജയ ആൻറ്റി ഉണ്ടാക്കിത്തരുന്ന ആ വാഴക്കൂമ്പ് തോരൻ. അടുക്കളയിൽ നിന്നുയരുന്ന ആ മണം വെറുമൊരു വിഭവത്തിൻ്റെതായിരുന്നില്ല, അത് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഒരു വലിയ കാലഘട്ടത്തിൻ്റെ തന്നെ സുഗന്ധമായിരുന്നു. ആ തോരനോടുള്ള എൻ്റെ അനുരാഗം വാക്കുകൾക്കും അപ്പുറമാണ്. കറപിടിച്ച കൈകൾ കൊണ്ട് ജയ ആൻറ്റി അതീവ ശ്രദ്ധയോടെയാണ് വാഴക്കൂമ്പ് അരിയുന്നത് നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു വിഭവം തയ്യാറാക്കപ്പെടുകയല്ല, മറിച്ച് സ്നേഹം പാകപ്പെടുകയായിരുന്നു. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടുന്ന ശബ്ദവും അതിലേക്ക് വീഴുന്ന കറിവേപ്പിലയുടെ മണവും തേങ്ങ ചിരവിയതും ചേർത്ത് ആവി പറക്കുന്ന ആ തോരൻ പാത്രത്തിലേക്ക് പകരുമ്പോൾ എൻ്റെ ഹൃദയം നിറയുമായിരുന്നു. സ്നേഹത്തിൻ്റെ കൈപുണ്യം. ഓരോ ഉരുള ചോറിലും ആ തോരൻ്റെ രുചി അലിഞ്ഞു ചേരുമ്പോൾ അത് എൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നതായി തോന്നും. നേരിയ ചവർപ്പും മധുരവും കലർന്ന ആ രുചിയിൽ ജയാൻറ്റിയുടെ ഹൃദയമിടിപ്പുണ്ടായിരുന്നു. ഇന്ന് എത്ര വലിയ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വില കൂടിയ വിഭവങ്ങൾ കഴിച്ചാലും എൻ്റെ നാവിലും ഉള്ളിലും ആ പഴയ വാഴക്കൂമ്പ് തോരൻ്റെ രുചി ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. ആ തോരനോടുള്ള എൻ്റെ പ്രണയം തീവ്രമാണ്. അതൊരു വെറും കറിയല്ല, മറിച്ച് എൻ്റെ ബാല്യകാലത്തെ പൊതിഞ്ഞു പിടിച്ച ആർദ്രമായൊരു വികാരമാണ്. അമ്മയെപ്പോലെ എന്നെ ചേർത്ത് നിർത്തിയ ജയാൻറ്റിയുടെ കൈകൾ നൽകിയ ആ സ്വാദ്. ചില രുചികൾ അങ്ങനെയാണ്, അവ വയറല്ല നിറയ്ക്കുന്നത്, മറിച്ച് ഓർമ്മകളുടെ വലിയൊരു ലോകത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ തോരൻ്റെ ഓരോ കഷ്ണത്തിലും ജയാൻറ്റിയുടെ വാത്സല്യത്തിൻ്റെ സ്വർണ്ണത്തിളക്കം ഇന്നും എനിക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ട ജയാൻറ്റിക്ക് ആ തോരൻ്റെ രുചിയിലൂടെ ഞാൻ ഇന്നും നൽകുന്നത് എൻ്റെ ഹൃദയം തന്നെയാണ്. ദൈവമേ, ചിലർ പറയില്ലേ ഈ ആ തോരനിപ്പ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് എണീറ്റ് നിന്ന് വണങ്ങിയാന്, അതിന് ഇത്രമാത്രം വർണ്ണിക്കാൻ പറ്റുന്നു. എന്ത് രസമായിട്ട് എഴുതിയേക്കണേ അല്ലേ. അടുത്തത് അഷിത അപർണതി. സിദ്ധു പറഞ്ഞ ജയ എൻ്റെ അമ്മയാണ്. ഷി ലൈക്സ് ഹിം എ ലോട്ട്.
എലോട്ട് എന്ന് പറഞ്ഞാൽ എലോട്ട് ആൻഡ് എലോട്ട് ആൻഡ് എലോട്ട്. ഷീ ക്രൈഡ് ടുഡേ ആഫ്റ്റർ സീയിങ് ദാറ്റ് കമൻറ്റ്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയാണെന്ന്. ആ, ഈ ബായുഷി പറഞ്ഞ ജയാൻറ്റി. അപ്പം അത് കമൻറ്റ് വായിച്ചിട്ട് കുറേ കരഞ്ഞു എന്ന് ആള്. ശരിയല്ലേ. അടുത്തത് സാജോ കല്ലിങ്ങൽ. ഞാൻ കാനഡയിലാണ്. ഞാനും ഫാമിലിയും അജുവിൻ്റെ വീഡിയോ കാണാറുണ്ട്. സന്തോഷം. ജെസ്സി ടാർസിസ്. എൻ്റെ അജു എന്ത് പണിയാണ്, മനുഷ്യനെ കൊതിപ്പിച്ചു കൊല്ലും. 3 കൂടി നല്ല രസമുള്ള വീഡിയോ. അടുത്തത് ഷെമി ഹാരിസ്. സൂപ്പർ ചമ്മന്തി ആയിരിക്കും, എവിടെയും കേട്ടിട്ടില്ലാത്ത ചമ്മന്തി, പുതിയ അറിവ് പകർന്നു തന്നതിന് നന്ദി. കശുവണ്ടി ചമ്മന്തിയാണ്. അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. കുറേ പേരൊന്നും അറിയില്ല ഇങ്ങനത്തെ ഉള്ളത്. കുറേ പേരൊക്കെ അറിയില്ല, ആദ്യമായിട്ട് കാണുന്നത്. കുറേ പേർക്ക് ഇത് നൊസ്റ്റാൾജിയാണ്. മയൂഖനാഥ്. നമസ്കാരം അജുവേട്ട, സരിത, ജഗ്ഗു. ഞങ്ങൾ ഇത്രയും പോള കളയാറില്ല. വീഡിയോ സൂപ്പർ. കാണാൻ മടുപ്പ് തോന്നാത്ത വീഡിയോ ആണ് നിങ്ങളുടേത്. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരെയും. വാഴക്കൊപ്പയുടെ കാര്യമാണ് പറയുന്നത്. അധികം ഇതൊക്കെ എടുത്ത് കളയാറില്ല. അടുത്തത് സ്വീറ്റി ബെനഡിക്റ്റ്. സൂപ്പർ വീഡിയോ, പെട്ടെന്ന് തീർന്നു പോയി. ഇങ്ങനെയുള്ള നിങ്ങളുടെ രാവിലത്തെ പാചകവും വാചകവും ഉള്ള വീഡിയോസിന് ലെങ്ത് കൂട്ടണേ. ബിന്ദു ധർമ്മരാജ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ കൊതിപ്പിച്ചു കൊന്നു. പണ്ടത്തെ ഓരോ ഓർമ്മകൾ. ചമ്മന്തിയും കൂട്ടാനും ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫ്രഷ് കിട്ടുന്നില്ല. പിന്നെ ഒരു സങ്കടം പറയാനുണ്ട്. ചമ്മന്തി അരച്ച അമ്മിയിൽ കുറച്ച് ചോറിട്ട് പുരട്ടി എടുക്കാമായിരുന്നു. അതൊരു തീരാ സങ്കടമായിപ്പോയി. ശരി, ആളുകൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഞാനത് വാരി എടുത്ത് കഴിഞ്ഞിട്ട് കഴുകാൻ വെള്ളം എടുത്തപ്പോഴേ എനിക്ക് അതിലേക്ക് അങ്ങോട്ട് വെള്ളം ഒഴിക്കാൻ തോന്നില്ല. കാരണം എത്ര നമ്മളിങ്ങനെ എടുത്താലും കുറേ ചമ്മന്തി ഉണ്ട് അതുമേ. അപ്പം ഞാനും ആലോചിച്ചത്. കാരണം നാളികേരം ചമ്മന്തി, ഇങ്ങനത്തെ ചുട്ടരച്ച കശുവണ്ടി ചുട്ടരച്ച ചമ്മന്തി ഒന്നുമില്ല. പക്ഷെ മുളക് മാത്രം ഈ അടുപ്പിലിട്ട് ചുട്ടിട്ട് അത് നാളികേരവും ഉള്ളിയും പുളിയും കൂടി ഉപ്പും കൂട്ടി അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പം ഞാൻ തന്നെ മിക്കവാറും അമ്മീമ അരയ്ക്കുക. അപ്പം അത് അരച്ച് കഴിയുമ്പോൾ ചോറിട്ട് പുരട്ടി ഉണ്ണാറുണ്ട് ഞാൻ. അപ്പം തന്നെ അത് കോരിയെടുത്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെറുതായിരുന്നപ്പോൾ കേട്ടാ. ഇപ്പം അമ്മിയില്ലേ, അങ്ങനത്തെ ചമ്മന്തിയില്ല. അടുത്തത് ആരോടാ പറയണത്? കാക്കോടാണോ? അടുത്തത് റഷീദ് കറുത്തേടത്ത്. ഞാൻ ചേട്ടനെ കൊഞ്ചനം കാണിക്കണ്ടത് ഇങ്ങനെയാക്കണ പോലെ പല ശബ്ദത്തിലത് കരയുണ്ട്. അത് ഞാൻ ഓടിപ്പിക്കണ പിടിച്ചു. ഇതേതാണ് ഈ വൃത്തികെട്ട ശബ്ദം? വേറെ കാക്കകൾ വരുന്നുണ്ടല്ലോ ഭഗവാനെ. ഇത് പരിചയമുള്ള കാക്കയുടെ ശബ്ദമല്ലല്ലോ. അതിന്റെ വാലനുസരിച്ച് ഇങ്ങനെ കിടന്ന് അടിക്കും. അടുത്തത് റഷീദ് കറുത്തെടുത്ത്. ഞാൻ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ തൊട്ട് നോക്കും, വീഡിയോ കഴിയാറായോ എന്ന്. ഇപ്പം കഴിയരുതേ എന്ന് കരുതി. അയ്യോ പാവം. അടുത്തത് രേഖ ശശികുമാർ. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. സന്തോഷം. അടുത്തത് ഷാ ആൻ. അണ്ടിച്ചമ്മന്തിയോ അജുവേ, കശുവണ്ടി അല്ലേ? കൊടപ്പൻ, അതായത് വാഴക്കൂമ്പ് കുറച്ചുണ്ട്, വെറുതെ വെച്ചാലും നല്ലതല്ലേ? നിങ്ങളുടെ പാചകം മാത്രമല്ല വാചകവും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതാണ് ഫുൾ വീഡിയോ കാണുന്നത്. പിന്നെ നടു കളയണ്ട സരിക്കുട്ടി, സ്ക്രബ്ബറിൽ ഉരച്ചെടുക്കാം, കിടുക്കാച്ചിയാണ്, അത് തന്നെ വെച്ചാലും. എപ്പോഴും ഈ കശുവണ്ടി എന്ന് പറയാൻ പറ്റാണ്ട് ചുരുക്കി പറയണതാണ് അതിനെ. അത് കുഴപ്പമില്ല, അതിങ്ങനെ എപ്പോഴും കശുവണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആകെ നമ്മൾ എത്ര വട്ടം പറയും എന്നെ സരിതേ എന്ന് വിളിക്കണ്ടല്ലോ. അപ്പൊ അതിന് ചുരുക്കിയിട്ട് ഒന്നും വിളിക്കാൻ തോന്നുന്നില്ലേ? ഒരു ദിവസത്തിൽ എത്ര വട്ടം വിളിക്കുന്നുണ്ട് എന്നെ. ഈ കശുവണ്ടി എന്ന് പറയണത് നമ്മൾ ആകപ്പാടെ വല്ലപ്പോഴും ഒരു വീഡിയോ അതിന്റെ വല്ല ചമ്മന്തി ഉണ്ടാക്കി അല്ലെങ്കിൽ വല്ല അണ്ടി അത് ചുട്ട് തല്ലി തിന്നയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ അണ്ടി അത് പറയണത്. അപ്പൊ കശുവണ്ടി എന്ന് പറഞ്ഞൂടെ? അത് തന്നെ പറഞ്ഞു പോണതാണ്. ഇനി വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ലേ. അടുത്ത വായിച്ചോ. ജൂലി കുറ്റിക്കാട്ട്. രാജ് കലേഷ് വീഡിയോസ് ഇപ്പോൾ ഉണ്ടോ? നല്ല അവതരണമായിരുന്നു. ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചു തുടങ്ങല്ലോ രാജ് കലേഷ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് നമ്മുടെ പേളിമാണി ഇല്ലേ, അവളാണ് വന്നത് ഫസ്റ്റ്. ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ട് ഒരു ആദിവാസി അവിടത്തേക്ക് പോയിട്ട് ഒരു പാചകം ചെയ്യുന്നത് സരിത. എന്നിട്ട് അതിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. എന്നിട്ട് പേളിമാണി പറയുന്നുണ്ട്,
ഒരു ചേച്ചീനെ ഇത് വെക്കുന്നത് കേട്ടാ. അത് വെറുതെ മുറ്റത്തെങ്കിൽ ഇരുന്ന് വെക്കണം. ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ വെക്കണം, പാചകം ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഇടുന്ന കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഉപ്പായിരിക്കുന്നു വെച്ചു. പക്ഷെ ആ വീഡിയോ അവർ കട്ട് ചെയ്താണ്ട് അങ്ങനെ ഇട്ടു. അത് അന്ന് ഉപ്പ് കൂടി ചേച്ചി ഉപ്പ് കൂടി പോയിട്ടാ ഭയങ്കരമായിട്ട് ഇന്ന് ഇവള് പറഞ്ഞു. ഇവള് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഭയങ്കര ചെറുപ്പായിരുന്നു, അതന്നെ വളരെ ചെറുപ്പായിരുന്നു. ആദ്യത്തെ വീഡിയോകളായിരുന്നു. എത്ര കൊല്ലം മുമ്പാന്നറിയോ തുടക്കം ആങ്കറിങ് തുടങ്ങിയ സമയത്ത് ഉള്ള. ആ സമയത്തൊക്കെ ടി വിയിലത്തെ ഇങ്ങനത്തെ കുക്കറി ഷോയൊക്കെ നമ്മൾ ഓർമ്മ വെച്ച് കാണൂല്ലേ, സമയമൊക്കെ വെച്ചിട്ട്. ഇവന്റെ എല്ലാ വീഡിയോയും കാണൂട്ടോ ഞാൻ, രാജ് കലേഷിന്റെ. എനിക്ക് ഇഷ്ടായിരുന്നു. റിഹാൻ, അജു എടുത്ത് കളയുന്ന ആ പൂവ് അതിനോടൊപ്പം അരിഞ്ഞിട്ടാൽ നല്ലതാണ്. കുറേ പേര് അത് പറഞ്ഞിട്ട് ഇത്രയൊന്നും കളയണ്ട, ആ പൂവ് നല്ലതായിരുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നാരില്ലേ, അതുകൊണ്ട് അടിപൊളി വടയുണ്ടാക്കും നമ്മുടെ കുമാരിച്ചി. ഞാനൊരു കാര്യം പറയാൻ വന്നിട്ടില്ലേ, അപ്പോൾ ഈ രാജ് കലേഷ് ഇങ്ങനെ അമൃത ടി വിയിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിച്ചു പോകുമ്പോൾ ആളുകളൊക്കെ നന്നായിട്ട് കാണും. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ജീവൻ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഒരു ചെക്കനെ കൊണ്ടിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന. ചെക്കനാണെങ്കിൽ ഒന്നും അറിയില്ല. ആദ്യം തന്നെ ഒരു വീഡിയോ, ഞാൻ ഇങ്ങനത്തെ പാചക വീഡിയോകളൊക്കെ എല്ലാ ചാനലിൽ ഇങ്ങനെ മാറി ആ സമയമൊക്കെ നോക്കിയിട്ട് ഞാൻ കാണുമായിരുന്നു ടി വിയിൽ. അപ്പോൾ ഈ നമ്മുടെ ഈ പറവൂര്, വടക്കൻ പറവൂര് കൊടുങ്ങല്ലൂർ വശത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു ഫാമുണ്ട്. അവിടെ പിലോപ്പി മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് അവിടെയുള്ള ആൾ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഈ ബോട്ടിലൊക്കെ പോയിട്ട് നമുക്ക് അവിടുത്തെ അവർ ഊണ് തരും. ഊണ് തരുമ്പോൾ ഈ മീനൊക്കെ ഈ കരിമീനും ഇതൊക്കെ മീനും വറുത്ത് കൂട്ടാൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് തരും ഊണ്. അതൊക്കെ ഒരു പാക്കേജാണ് അന്ന്. അപ്പോൾ ഈ ചെക്കനാണ് അന്ന് അവതരിപ്പിക്കുന്നത്. ഈ കുറേ പെണ്ണുങ്ങൾ, ഈ കുടുംബശ്രീ പോലത്തെ പെണ്ണുങ്ങളാണ് ഈ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ മീൻ വരയാണ് കേട്ടോ. മീൻ വരയുമ്പോൾ ഈ മീൻ വറക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ചെക്കൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കൻ ചോദിക്കുന്നത് ഇതെന്തിനാണ് ഈ മീൻ വരയുന്നത്. അപ്പോഴാണ് മനസ്സിലായി ഈ ചെക്കന് ഒന്നും അറിയില്ല, അവതരിപ്പിക്കുന്ന ചെക്കനെ, ആങ്കർക്ക് ഒന്നും അറിയില്ല ഇത് എന്തിനാണ് മീൻ വരയണതെന്ന് പോലും അറിയണില്ലാന്ന് അമ്മമാര്. അപ്പോൾ ഒരു ഒന്നും അറിയില്ല. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ജീവൻ ടി വിയിലേക്ക് ഒരു കത്തെഴുതി. അന്ന് കത്തെഴുതി, എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവൻ ടി വിക്ക് കത്തെഴുതി. ജീവൻ ടി വിക്ക് കത്തെഴുതിയിട്ട് പിന്നെ അവർ അത് മറുപടിയും തന്നില്ല. ഞാൻ ഇത് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയച്ചത്. ഞാൻ നന്നായി വർത്താനം പറയും, അല്ല എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വിവരണം കൊടുത്തിട്ട് അത് നീ അറിഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് അയച്ചു കൊടുത്തു. ഞാൻ ആ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവരോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടേ. എന്നിട്ട് പിന്നെ അവർക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ അന്ന് ഈ എഴുത്ത് ഇങ്ങനത്തെ ഇതൊക്കെ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു കേട്ടോ. മെയിൽ ചെയ്യുന്ന പരിപാടി ഒന്നുമല്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജീവൻ ടി വിയിൽ ആ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി. അവർ പിന്നെ ചാനൽ തന്നെ നിർത്തിയെന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അയ്യോ കുറേ കൊല്ലയില്ലേ. നമ്മള് അവിടെ ഇരിക്കുമ്പോഴാണ്, അല്ലാണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ്. അന്ന് ചേട്ടൻ എന്താ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അയച്ചാ? അന്ന് ചേട്ടൻ ക്യാമറ കാണുമ്പോഴേക്കും ക്യാമറ ഇല്ലല്ലോ പ്രധാനം. നമുക്കിപ്പോൾ ഇത് നടന്ന് ഇത് കാണുമ്പോഴേ ഈ പാചകം ചെയ്യാനായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട്. അല്ല ഇപ്പോഴും ഇഷ്ടം തന്നെ. അല്ല അങ്ങനെ ഞാൻ ഒരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വീകരിച്ചില്ല. എനിക്ക് ഇങ്ങനെ കാണുമ്പോഴേ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴേ അയ്യോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അറിയാത്തത് ഉണ്ടാവും ഈശ്വര. സുനിത സുനിൽ, സരിത നിങ്ങളുടെ വീടിൻ്റെ ഹാളിലുള്ള ഊഞ്ഞാൽ റെഡിമെയ്ഡ് ആണോ? എവിടെ നിന്ന് വാങ്ങി? റേറ്റ് ഏകദേശം എത്രയായെന്ന് പറയാമോ? നിങ്ങളുടെ 2 years മുമ്പുള്ള വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങിയതല്ല, അതിവിടെ പണിയിപ്പിച്ച് തന്നെയാണ് കേട്ടോ. പണിയിപ്പിച്ചിട്ട് പിന്നെ ചങ്ങലയില്ലേ, ചങ്ങല, അത് വാങ്ങിച്ചതാണ്. അതിന് അന്ന് 2008 3500 രൂപ വന്നു. കുറേ ഇങ്ങനെ കണ്ണികൾ ചേർത്തിട്ടുള്ളതാണല്ലോ. പിന്നെ മറ്റേ ഇപ്പോൾ ഈ ഇത് പലക പണിയിപ്പിച്ച് പോളിഷ് ചെയ്യിപ്പിച്ചു. ഇവിടെ കാശ് അന്ന് എത്രയെന്ന് നമുക്ക് അറിയില്ല. ആശിനോട് പണിപ്പിക്കല്ലേ ചെയ്തത്. അത് നമുക്ക് നമ്മുടെ കട്ടിലും ജനലൊക്കെ ഇവിടെ തന്നെ പണിതേ. അപ്പോ പ്ലാവിന്റെ അല്ല, ആ മരം കൊണ്ടല്ല, പ്ലാവിന്റെയാണ്. പ്ലാവിന്റെയാണ് ഇത്. ഇതേ 5 അടിയുള്ളോ ഇതിന്റെ നീളം. നമുക്കാണെങ്കിൽ വീട് പണിയുമ്പോൾ 6 അടിയാ 7 അടി ഇങ്ങടെ അകലത്തിലാണ് അവർ ഹുക്കിട്ടിട്ടുണ്ടായിരുന്നത് പണ്ട്. വീടിൻ്റെ ഈ വാർത്തപ്പോൾ അണ്ണന്മാര് ആട്ടുകെട്ടിലിടണം, ഇവിടെ ഹുക്കിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയില്ല ഇതിൻ്റെ നീളേ. അപ്പോൾ അവരൊരു 6 അടി 7 അടി ഇങ്ങടെ അകലത്തിലിട്ടു. എന്നിട്ട് പിന്നെ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു കനത്തിലുള്ള പൈപ്പ് ആ
2 ഹുക്കുകൾ ഇങ്ങനെ നിൽക്കണില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് കയറ്റി. അതുമേ ഇത് ഉണ്ടാക്കിയപ്പോൾ 5 അടിയുള്ളൂ. ഈ 5 അടിയുള്ള സാധനം കൊളത്താൻ പറ്റിയ അകലത്തിൽ 5 അടി അകലത്തിൽ ഹുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു പൈപ്പ്, നല്ല കനമുള്ള ഒരു ഇരുമ്പ് പൈപ്പ്, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി. അങ്ങനെ കയറ്റിയിട്ട് അതുമ്മലാണ് ഇട്ടിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞപ്പോൾ അവർ ഇവിടെയൊക്കെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തല്ലോ, അപ്പോൾ അതുമ്മലെ ഇങ്ങനെ ചെയ്തേക്കണത്. അത് നീലാകാശ ചിരുവിൽ നിന്നെ കാണാൻ വെൺതാരമാ, നീളേ തെന്നും പൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയാ, മാറിൽ മിന്നും മറുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ, ആരോ മൂളും പാട്ടായി മുളം തണ്ടേ നിന്നുള്ളിൽ ഞാൻ, മായുമീ മരതക ഛായയിൽ മൗനമാം മധുകണം ചോരവേ, കുറുകിവാ കുളിർവെൺ പ്രാക്കളേ, ഒഴുകുമീ കളിമൺ തോണിയില്ലോ, ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തിയുറക്കി മെല്ലെ, മണിപ്പളുങ്കു കവിൾ തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ, സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിലൊഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ, വിണ്ണില ചിറകുള്ള രാത്രിയിൽ വെള്ളിനീർ കടലല കൈകളിൽ നീന്തിവാ, തെളിനീർ തെന്നലേ നനയുമീ പനിനീർ മാരിയില്ലോ. അങ്ങനെ ഒരു പാട്ട് പാടി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാളില്. നമ്മുടെ ഇത് കണ്ടിട്ട് കുറേ പേര് ഈ ആട്ടുകെട്ടിൽ പുതിയതായിട്ട് വീട് പണിനാടുകളിൽ കുറേ പേര് ഇത് സ്വാംശീകരിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക്. നിമറോസ് ഡേവിസ്, ഹലോ ചേട്ടാ, സരിത ചേച്ചി, പിന്നെ ജോസ്, ഞാൻ വീണ്ടും വന്നു. പക്ഷേ ഞാൻ വീഡിയോകളൊന്നും ഇപ്പോഴും കണ്ടു തീർത്തിട്ടില്ല. അയ്യോ പാവം. എന്തിനാണ് കമന്റ് ഇടാൻ വന്നതെന്നറിയാമോ? ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു. ചേച്ചി ഈ വീഡിയോ വെച്ചപ്പോൾ ഞാനും കൂടെ ഇരുന്ന് കണ്ടു. അതുകൊണ്ട് ഇതിന് കമന്റ് ഇടാം എന്ന് വിചാരിച്ചു. വെറുതെ ഒന്നുമല്ല, ഈ വീഡിയോ കണ്ടാൽ ആർക്കായാലും കമന്റ് ഇടാൻ തോന്നും. അത്രത്തോളം നിങ്ങൾ കൊതിപ്പിച്ച് കളഞ്ഞു. എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ ചമ്മന്തി കണ്ടപ്പോൾ കുറച്ചുകൂടി കൊതിയായി. ഞങ്ങളുടെ ചെറുപ്പത്തിൽ നാട്ടിൽ അമ്മാമ്മയുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നു. പ്രഗ്നൻ്റ് അല്ലാത്ത എനിക്ക് പോലും വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നു. ശരിക്കും ആ ചമ്മന്തി കണ്ടപ്പോൾ കൊതിയായിപ്പോയി. എന്തായാലും ആ അടുപ്പത്ത് ചുട്ട് കഴിക്കുന്ന രുചി ഇവിടെ ഗ്യാസിലൊന്നും ഉണ്ടാക്കിയാൽ കിട്ടില്ലല്ലോ. ആ നാടൻ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ വരണം. അത് ശരി, നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചത് ഉണ്ട് ടേസ്റ്റ് കിട്ടില്ല. അത് ചുട്ടാൽ തന്നെ ആ ടേസ്റ്റ് കിട്ടും. അത് ഇതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ അണ്ടി ചുട്ട് തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറെ എടുത്ത് തിന്നും. അതിന് പിന്നെ കുറച്ചാണ് ഈ ചമ്മന്തിരിക്ക് പോവുള്ളൂ. മനസ്സിലായ? അപ്പൊ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലാന്ന് അതൊക്കെ അനുഭവിക്കണം. നമ്മൾ ചുട്ട് തല്ലി തിന്നിട്ട് പിന്നെ ചമ്മന്തി അരച്ച് കഴിക്കുമ്പോഴേ അയ്യോ ഇത്തിരി കൂടി നമ്മൾ തിന്നേലത്തെ കുറച്ചും കൂടിയും ഈ ചമ്മന്തിരിക്ക് ചേർക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കുറെ തോന്നലുകളൊക്കെ ഉണ്ടാവുന്നു. എല്ലാം കൂടി അങ്ങനെ തോന്നും. പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം കാര്യം തന്നെ ആവർത്തിക്കും. അത് എപ്പോഴും നടപ്പിലാവും. അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ. മുഴുവനും ഒരു കൊതിയോട് ഓർമ്മകളിലൂടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് കമന്റ് ഇട്ടത്. നിമറോസ് കുറച്ച് നാളായിട്ട് കാണാറില്ല. അതുപോലെ സന്ധ്യ ബിജുവിനെ കാണാനില്ല, കമന്റും കാണാനില്ല, ആളും കാണാനില്ല. എന്ത് പറ്റിയോ ആവോ. അടുത്തത് നേച്ചർ അറൗണ്ട്. ആട്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, അത് കളയൂ, കൊതുക് മുട്ടയിടും. അത് ഞാൻ അന്ന് തന്നെ കളഞ്ഞു. ആ വീഡിയോ ചേട്ടനെ ഷൂട്ട് ചെയ്യണ സമയത്ത് ചേട്ടൻ അവിടെ ചുട്ട് തല്ലാനിരിക്കുമ്പോഴങ്ങോട്ട് ഞാനിവിടെ ചിരട്ടുണ്ട് അതൊക്കെ കോരി കളഞ്ഞ്. ഒരിക്കലും ഒരാൾ ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കുടപ്പൻ കൊണ്ടുവന്ന് തന്നു. വീട്ടിൽ കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. അത് തിന്നു കോഴികളൊക്കെ ഡിം. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കാണെങ്കിലോ അത് ഞാൻ പറയുന്നത്. വാഴക്കുടപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോ
ഇപ്പൊ ചാർലി കിടന്നു. അപ്പൊ ഇമ്രാൻ അതേ നിൽപ്പ്. ആ വാലനക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ട് നേരത്തെ ഇമ്രാൻ കിടക്കുമ്പോ ചാർലി അതുപോലെ നടക്കണ്ട വാലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഉറങ്ങുമ്പോ നീ നിന്നോളൂ എന്നുള്ള പോലെയാവും. അപ്പൊ ഈ വാഴക്കുടപ്പനൊക്കെ കഴിക്കുമ്പോ ചിലപ്പോ വയറിളക്കൊക്കെ വരാമെന്ന് വാങ്ങിച്ചിട്ട് ഇതാക്കണത് പറയാൻ പറ്റില്ല. മിനി രാമോള, എൻ്റെ സരിതയെ പറയാതിരിക്കാൻ വയ്യ. സരിത അവസാനം ചമ്മന്തി വായിൽ വെച്ചപ്പോൾ എൻ്റെ വായിൽ ശരിക്കും കപ്പലോടി. സതീയസ്, സരിത ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടോ. അച്ഛനും അമ്മയും മോനും കൂടിയുള്ള ഭക്ഷണം കഴിക്കൽ ആരെ ഒന്ന് കൊതിപ്പിക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ 2 പേരും തനിച്ചാണ്. വെക്കേഷനിൽ മക്കളും പേരക്കുട്ടികളും വന്നിരുന്നു. എന്ത് സുഖമായിരുന്നു ആ ദിവസങ്ങൾ. നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ. മക്കൾക്കൊക്കെ വേറെ സ്ഥലത്ത് ജോലിയും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലേ വീട്ടിൽ ലാസ്റ്റ് അച്ഛനമ്മയും വയസ്സായവർ തന്നെയാവും. ജോൺ വർഗീസ്, സരിത പെങ്ങളെ, നിങ്ങളിപ്പോൾ കറി വെക്കുന്ന ആ സാധനം എൻ്റെ അടുക്കലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം. ഞാനുണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ലാന്ന്. ഡാലിയ ദിവാകർ, എനിക്കറിയാം അമൃത TV പ്രോഗ്രാം ടേസ്റ്റ് ഓഫ് കേരള എന്നായിരുന്നു. നല്ല രസമാണ് കണ്ടിരിക്കാൻ. അതിൻ്റെ പരസ്യമുണ്ടായിരുന്നു, അതിലും സൂപ്പർ. രാജ് കലേഷ് ബൈക്കിൽ പോകുന്നത് കാണിക്കും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ പറയും, പോകുന്ന പോക്ക് കണ്ട സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ തോന്നും. ആരുടെ അടുക്കളയിൽ ചമ്മന്തി അരയ്ക്കാൻ പോവാന്ന്. അതായിരുന്നു പരസ്യം. എനിക്കത് ഓർമ്മയില്ല കേട്ടാ. എനിക്ക് ഓർമ്മയില്ലേ. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. അതെ അജു, ഞാൻ ഉദ്ദേശിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇടേണ്ട ഡ്രസ്സിൻ്റെ കാര്യമാണ്. ഉദാഹരണമായിട്ട് കുക്കിംഗ്, കൈക്കോട്ട് പണിയെടുക്കുമ്പോൾ, വീട്ടിൽ നിൽക്കുമ്പോൾ, അതായത് വീഡിയോ ഇല്ലാത്തപ്പോൾ ഇത് ചപ്പടാച്ചി ഡ്രസ്സ് ആണെങ്കിൽ ഇട്ടോളൂ, വിരോധമില്ല. അതിന് നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ എടുക്കാത്തപ്പോൾ ആരതൊക്കെ ശ്രദ്ധിക്കണേ. ഏത് വേണേ നമുക്ക് ഇടാലോ. കുടപ്പൻ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാൾ മുന്നേ എൻ്റെ കൈ ബൈക്ക് ആക്സിഡൻറ്റിൽ ഫ്രാക്ചർ പറ്റിയിരുന്നു. നമുക്ക് എല്ലുകൾ പൊട്ടലുണ്ടായാൽ പ്ലാസ്റ്റർ ഇടാതെ പറ്റില്ല. ഈ സമയം ഡെയിലി വാഴക്കുടപ്പൻ കൂട്ടാൻ വെച്ച് കഴിച്ചാൽ പൊട്ടിയ എല്ലുകൾ പെട്ടെന്ന് കൂടുമത്രേ. പ്രകൃതി ചികിത്സാ വൈദ്യർ പറഞ്ഞതാ. കടകളിൽ നിന്നും വാങ്ങിയവ ഒഴിവാക്കുക. ജൈവ കുടപ്പനായിരിക്കണം. വീടുകളില് വാഴ കൊലച്ചിട്ടുള്ളതാണെങ്കിൽ നല്ലത്. ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ. അതെങ്ങനെയാ? കാൽസ്റ്റിക് ഉള്ളത് കഴിക്കുമ്പോഴല്ലേ വേഗം എല്ല് ഇതാവും. ഇതിൽ കാൽസ്റ്റിക് ഉണ്ട്, ഇതിൽ ഫൈബർ അല്ലേ. അറിയില്ല കേട്ടാ, ശരിയായിരിക്കാം. അബ്ദുൾ അലി, ചന്ദ്രകാന്തം പാലിലൊളിഞ്ഞു, ഈ പാട്ട് ഒന്ന് പാടാമോ? ചന്ദ്രബിംബം പാലിലൊളിഞ്ഞു, ഈ പാട്ട് ഒന്ന് പാടാമോ? എന്നിട്ടത് ചന്ദ്രബിംബം ആ പാട്ടല്ല. ചന്ദ്രകാന്തം പാലിലൊളിഞ്ഞു, ചന്ദ്രബിംബം പാലിലൊളിഞ്ഞു. അതേത് പാട്ടാണോ? കേട്ടിട്ടില്ലല്ലോ അലീക്ക. നോക്കട്ടെ കേട്ടാ, യൂട്യൂബിൽ അടിച്ച് നോക്കട്ടെ അത് ഏത് പാട്ടാണ്. രാവുണ്ണിക്കുട്ടി, അജു സരിത എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ. സരിത എത്ര ഭംഗിയായിട്ടാണ് അത് പറഞ്ഞു തന്നത്. വീഡിയോ സൂപ്പർ. ഈ വെള്ളത്തിന്റെ പ്യൂരിഫയറിന്റെ നല്ലൊരു ക്ലാസ് എടുക്കണ പോലെ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു തന്നല്ലോ. അടുത്ത റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. നല്ല ഇൻഫർമേഷൻ, ഒത്തിരി പേർക്ക് ഉപകാരപ്പെടട്ടെ. ഒരു ദിവസം 2600 മീറ്റർ ക്യൂബ്ഡ് പെർ ഡേ, അതായത് 26 ലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന പുതിയ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എൻ്റെ അബുദാബിയിലൊരു പ്രൊജക്റ്റ്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആണോ? പുലിയാണപ്പോ. അടുത്തത് KSZ5RS. ഒരു ദിവസം അജേട്ടനെയും സരിതേച്ചിനെയും കണ്ടില്ലെങ്കിൽ മനസ്സ് തകർന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ്. താങ്ക് യു. അടുത്തത് സനോജ് ടി അർജുന. അയ്യോ, എത്ര കാലമായി സനോജിൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ട്. ദിവസവും നിങ്ങളെ കാണാതിരുന്നാൽ ആ ദിവസങ്ങളിൽ എന്തോ ഒരു വലിയ കുറവ് പോലെ തോന്നിയിരുന്ന ഒരു കാലം. കമൻറ്റുകളിൽ എൻ്റെ സർഗ്ഗവാസന വികസിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോകളിൽ പിൻ ചെയ്യപ്പെട്ട കമൻറ്റുകൾ എൻ്റേതായിരിക്കാം. ജീവിത സാഹചര്യങ്ങളിലെ മാറ്റവും ചെയ്യുന്ന ജോലിയിലെ സമയക്കുറവും കാരണം നിങ്ങളുടെ വീഡിയോകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോകുന്നതിൽ മനസ്സിൽ എന്നും ഒരു വിഷമമുണ്ട്. പക്ഷേ ആ പണ്ടത്തെ സ്നേഹം ഒരു തെല്ല് പോലും കുറയാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അജേട്ടനും സരിതേച്ചിക്കും ജഗ്ഗൂസിനും സ്നേഹം മാത്രം. പണ്ട് കാലത്ത് നമ്മുടെ വീഡിയോകളുടെ ഹൈലൈറ്റ് കമന്റുകള് സനോജ് ടി അർജുൻ്റെ ഏറ്റവും കൂടുതൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതും അത് തന്നെയായിരിക്കും. അതെ, നല്ല രസമായിട്ട് എഴുതുമായിരുന്നു. എഴുതിക്കൊണ്ട് ഇരിക്കവൻ അത്രയ്ക്കധികം എഴുതും. നമ്മൾ തന്നെ വിചാരിക്കും നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എന്നൊക്കെ തോന്നും. അത്രയും നന്നായിട്ട് എഴുതും. മായ രാജേഷ്, അജുവേട്ട സരിത ശരിയാണ് പറഞ്ഞത്. അന്ന് വീഡിയോ കണ്ടിരുന്ന കുറേ പേർ ഇപ്പോഴും കാണുന്നുണ്ടോന്ന് അറിയില്ല. ഒരു ഹൈദരാലി ഉണ്ടായിരുന്നു, നല്ല കാവ്യാത്മകമായി മെസ്സേജ് അയച്ചിരുന്നു ഉണ്ടായിരുന്നു. സനോജ് ടി അർജുൻ്റെ ഒപ്പം തന്നെ എഴുതി കൊടുന്ന ആളിന് ഹൈദരാലി.
ഹൈദരാലി നന്നായി. ഹൈദരാലി കുറേ നാൾ മുമ്പ് ഈ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാലിയുടെ അതുപോലെയുള്ള കുറച്ച് പേരുടെയൊക്കെ കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കമന്റ് വായന എന്ന് പറയുന്ന സെഷൻ തന്നെ ആരംഭിച്ചത്. കാരണം ഇത്രയും നല്ല കമന്റുകൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. പിന്നെ ഒരു പച്ചത്തൊപ്പിക്കാരനാ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, നല്ല രസമായിട്ട് നല്ല കോമഡി കമന്റുകൾ എഴുതുന്നവരുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു അയാളുടെ മെസ്സേജ് വായിക്കാൻ. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. സതി, അജു ചേട്ടൻ്റെ ഒരു ഉരുള ചോറിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന സരിത ഇനി കിട്ടില്ലെന്ന് കരുതി ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് തൃപ്തി അടഞ്ഞു. അടുത്തത് ഗീത കെ വി. ഞാൻ ചിലപ്പോൾ എന്നോട് തന്നെ ചോദിക്കും, പ്യുവർ വെജിറ്റേറിയൻ ആയി ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇരുന്ന് കാണുന്നത് എന്ന്. സരിതക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അയ്യോ ഗീത ചേച്ചി, സന്തോഷം. അടുത്തത് കെന്നി ജോർജ് USA. അജു ഈസ് വെരി ഫണ്ണി. വൈ ഹീസ് ആസ്കിങ് എവറിത്തിങ് ടു സരിത. അറിയില്ല ചേട്ടാ എന്തിനാന്ന്, ചേട്ടൻ തന്നെ പറയും. അല്ല, എല്ലാ കാര്യം എന്തിനാ എന്നോട് ചോദിക്കണേന്ന്. അതെ, അത് നമ്മൾ അറിയാണ്ട് ഒക്കെ ചെയ്യുന്നതാണല്ലോ. നമ്മളിപ്പോ മനഃപൂർവ്വം ചില കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണതല്ല നിങ്ങൾ കാണണുള്ളൂ. വീഡിയോ എടുക്കാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യട്ടെ സരിത, ഇങ്ങനെ ചെയ്യട്ടെ, അത് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നൊക്കെ. ഞാൻ മറുപടി പറഞ്ഞാലും പറയുന്നുണ്ടോ റിപ്ലൈ ഒന്നും ആൾക്ക് വിഷയമല്ല, അതൊന്നും ശ്രദ്ധിക്കണമുണ്ടാവില്ല. ആളതും ചോദിച്ചു പോയിണ്ടാവും. ആൾക്ക് എന്തിട്ടാ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അതാ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഞാൻ മറുപടി പറയാം, അതങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ചെയ്ത് പറയണമെന്നാവില്ല ചെയ്യുക, പക്ഷെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് നമുക്കറിയില്ല. അടുത്തത് അജിത ഷാജു. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ചിക്കൻ കറി സൂപ്പർ. എന്തൊക്കെ വെച്ചാലും അജുചേട്ടൻ്റെ ചോറ് കുഴച്ച് കഴിക്കുന്നത് കണ്ടാൽ തന്നെ വയറും മനസ്സും നിറഞ്ഞു. കണ്ണു തട്ടാതിരിക്കട്ടെ, ഒരുപാട് സ്നേഹം. നെവിൻ ഫെർണാണ്ടസ് 12:32 റീൽസ് ഞങ്ങൾ കണ്ടു, ചിരിച്ച് ഊപ്പാടായിട്ടാ. ഒന്നുറപ്പാണ്, ഒരൊറ്റ പ്രാവശ്യമായിട്ട് മാത്രം ആരും കണ്ടു തീർത്തിട്ടുണ്ടാവില്ല. എല്ലാവരും 1, 2, 3 പ്രാവശ്യമെങ്കിലും മിനിമം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇതുവരെ എല്ലാം കറക്റ്റാണ്. എൻ്റെ പൊന്നു, സ്വതവേ പപ്പടക്കൊതിയനായ അജുചേട്ടനെ ഇരുന്നങ്ങ് പ്രലോഭിപ്പിക്കുകയാണല്ലോ സരിത. ആ ചിക്കൻ കറി കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇനി ഇരിക്കും തോറും കുറുകും. നമ്മുടെ റീൽസില് അഭിനയിച്ച കാര്യമാണ് പറയണത് അല്ലേ. ആ റീൽസ് നമുക്ക് എങ്ങനെയായാലും 2-3 വട്ടം കാണും. ഒരുവിധം കമൻ്റൊക്കെ അതായിരുന്നു, കുറേ വട്ടം കണ്ടു എന്ന് പറഞ്ഞിട്ട്. അടുത്തത് മിഥുൻ പി വേണു. അജുവേട്ടൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണ് പുതിയ റീൽസിലെ കുടിയൻ. പക്ഷെ അത് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, എന്താ കാര്യം? അത് വന്ന് നമ്മൾ പറഞ്ഞില്ലേ, കോപ്പിറൈറ്റ് അടിച്ചു. യൂട്യൂബ് തന്നെ അത് ബ്ലോക്ക് ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും അതിന്റെ മ്യൂസിക് മാറ്റിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതുണ്ട് കേട്ടോ, അത് നോക്കിയാൽ കാണാം. അടുത്തത് സാലി ജോൺ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള റെസിപ്പി ആണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. ചിക്കൻ കുറച്ചുള്ളപ്പോൾ ആരെങ്കിലും വന്നാൽ ഇങ്ങനെയാണ് കൂട്ടാൻ വെക്കുക, എല്ലാവർക്കും തികയണ്ടായി. മലബാർ ചിക്കൻ കറി, അതിന്റെ റെസിപ്പി അത് അല്ല, അതിന്റെ വീഡിയോന്റെ കമന്റാ അല്ലേ. ഞാനിത് ഏതാ കഴിഞ്ഞ ആഴ്ച ചിക്കൻ വെച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഏതാന്ന് ആലോചിക്കായിരുന്നു. നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് അല്ലേ. അടുത്തത് വിജയലക്ഷ്മി. 64 ജനിച്ച എനിക്ക് വളരെയേറെ അനുഭവങ്ങളുണ്ട്. അജു അതിദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല, എങ്കിലും ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. സരിതയും അജുവും പറഞ്ഞ പോലെ 3 തരത്തിലുള്ള കാലഘട്ടങ്ങൾ കാണാൻ പറ്റി. ഇടത്തരം, അതിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ എല്ലാ സുഖസൗകര്യങ്ങളും. എന്നാൽ അജു പറഞ്ഞതുപോലെ ഇത്ര രസകരമായ അനുഭവം കഥകൾ പോലെ പറയാൻ പറ്റുന്നവർ ഉണ്ടാവില്ല കേട്ടോ. ഈ കഴിവ് അപാരം. നീലാഞ്ജലി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളവർക്ക്, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരില്ലേ, അവർക്ക് പ്രായമാകുമ്പോൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയാൻ വല്ലതും ഉണ്ടാവുമോ? അവർക്ക് ഇങ്ങനത്തെ അവരെ ഒരു സ്വയം ഒരു ലോകം സൃഷ്ടിച്ചിട്ടാണ് ഒരുമാതിരി പിള്ളേര്. അവര് അങ്ങനെ പുറം ലോകമായിട്ട് വലിയ ബന്ധം, ആളുകളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. ഇന്നാള് ഒരാളുടെ പരിപാടി ഞാൻ കണ്ടതിൽ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർ അധികം സംസാരിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാലും മിനിമം വാക്കുകളിൽ മറുപടി പറയും. നമ്മളിപ്പോൾ ഒരാളോട് വലുതും ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ വിശദമായിട്ടൊക്കെ ഇങ്ങനെ പറയില്ല. ഇവര് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളു, അല്ലാണ്ട് കൂടുതലായിട്ട് സംസാരിക്കില്ല. അവർക്ക് സമയമില്ല, അവർക്ക് മൊബൈലിൽ നോക്കണം. ഒരു വാക്ക് പറയുമ്പോഴേക്കും ആള് മൊബൈലിൽ നോക്കിയിട്ടാണ് പറയുന്നത്, കണ്ണെടുത്തിട്ട് പറയുന്നത്. ചിലപ്പോ കണ്ണെടുക്കാണ്ടാവും പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആളുകളുടെ. അല്ലാണ്ട് ഇപ്പൊ വീട്ടില് വിരുന്നുകാര് വന്നു, അവര് ചിലപ്പോ ഒന്ന് മുഖം കാണിക്കാൻ എങ്ങാനും നമ്മൾ വിളിച്ചാ റൂമിൽ നിന്നൊന്ന് വരും.
എന്നിട്ട് ഒന്ന് മുഖം കാണിക്കും, അവർ റൂമിലേക്ക് തന്നെ പോകും. ആ വിരുന്നുകാർ ഇപ്പോൾ ആരാ നമ്മുടെ ബന്ധുക്കളൊക്കെ അവരോടൊന്ന് വർത്താനം പറയേ, അല്ലെങ്കിൽ അവർ പറയണത് കേൾക്കായിരിക്കും, ഒന്നും ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, ഇവർക്ക് ഈ റീൽസും അല്ലെങ്കിൽ ഗെയിം കളിച്ചതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. ഓ എൻ്റെയൊക്കെ ചെറുപ്പം ഞങ്ങൾ അങ്ങനെയായിരുന്നു. ആ കാലഘട്ടത്തിലത്തെ പിള്ളേർ എന്തുട്ടാവും നമുക്ക് അറിയില്ലല്ലോ. നീലാഞ്ജലി, മത്തൻ 10 തിന്നാൽ പിത്തൻ ചത്തുപോകും എന്ന് കേട്ടിട്ടുണ്ടോ അജു? പിത്തം ആയിരിക്കും മത്തൻ. അതിന് ചെറിയ എണ്ണാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിത്തം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ. എപ്പോഴും മത്തം കഴിക്കലാണ് പണി. സുനന്ദ, അജുവിൻ്റെ മുഖച്ഛായ ആയി ഇപ്പോൾ ജഗ്ഗുവിന്. അതെ. പിന്നെ പഠിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം. അത് ചേട്ടൻ ആ മത്തങ്ങേനെ പറഞ്ഞു ഭൂമിയുടെ ഷേപ്പ് എന്ന്. പക്ഷെ അല്ല, ഭൂമിയുടെ ഇത്തിരി ഷേപ്പ് ഉയർന്നിട്ടാണിത്. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളൊന്നും പറയാൻ പറ്റില്ല. മോൾ ഭാഗത്തിൽ ഇങ്ങനെ അമ്മങ്ങിയിട്ടില്ലേ. അല്ല, ഞാൻ ഏകദേശം ഒരു രൂപം പറഞ്ഞു എന്നുള്ളൂ. ജിഷ സന്തോഷ്, ധന്യയുടെ ഓളി കേട്ടപ്പോൾ എന്തിനാണ് പുള്ളിക്ക് മൈക്ക് കൊടുത്തത് എന്ന് തോന്നിപ്പോയി. മത്തങ്ങ ഹൽവ ഇളക്കി മടുത്തപ്പോൾ അതങ്ങ് എടുത്ത് വെച്ച് പിറ്റേന്ന് ചോറ് ഊറ്റി ആ അടുപ്പത്ത് വെച്ച് അരമണിക്കൂർ കൂടി ഇളക്കിയിരുന്നെങ്കിൽ മൊത്തത്തിൽ സെറ്റായേനെ അല്ലേ. അതിന് ഉണ്ടായിട്ട് വേണ്ട സാധനം. മത്തങ്ങ പായസം ടേസ്റ്റുള്ള ഐറ്റമാണ്. അടുത്ത് ബിന്ദു, 3 ഇഷ്ടിക അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ മതി താൽക്കാലികമായി, എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. അപ്പം തീ എല്ലായിടത്തേക്കും എത്തുമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ അടുപ്പാണ്. വലിയ ഉരുളി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിനി അങ്ങനെ ചെയ്യാം. വലിയ ഉരുളി വെക്കുമ്പോൾ ഇതൊന്നും സെൻറ്ററിൽ മാത്രമല്ല തിളയ്ക്കണുള്ളൂ. അപ്പോൾ ചൂട് എത്തണില്ലല്ലോ. അടുത്തത് ലതാ മോഹൻ, സാമൂഹ്യ പാഠത്തിൽ നല്ല അറിവാണല്ലോ, ധ്രുവങ്ങളൊക്കെ കൃത്യമായി പറയുന്നു. പണ്ഡിതനാണെന്ന് തോന്നുന്നു. പാവം അജു, സരിതയില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത് കേട്ടിട്ട് കഷ്ടം തോന്നുന്നു. സരിതയുണ്ടെങ്കിലേ അജുവിന് തർക്കിക്കാനും നുണ പറയാനും എപ്പോഴും സരിതയോട് നീ കേക്ക് എന്ന് പറഞ്ഞ പഴങ്കഥകൾ പറയാനൊരു ഉത്സാഹമുള്ളൂ. വേഴാമ്പലിനെ പോലെ സരിതയുടെ വരവും കാത്തിരിക്കുന്ന അജു. അയ്യോ. അല്ല ഒരാൾ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അതങ്ങനെയാണ്. ഞാനടുത്തില്ലാണ്ടാകുമ്പോൾ ചേട്ടൻ ഭയങ്കര സീരിയസാ. നല്ല ബുദ്ധിയോടെ ബോധത്തോടെ സംസാരിക്കും. തെറ്റുകളൊന്നും വരില്ല. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഞാനപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മിസ്സിങ് വരണതെന്ന് മനസ്സിലാവണില്ല. വിനീത മാർക്സ്, മത്തങ്ങയ്ക്ക് മൂപ്പ് കുറവാണ്. നന്നായി മൂത്ത് പഴുക്കണം. അതായത് ഫുൾ കളർ ചേഞ്ച് ആവും. അപ്പം മധുരവും 100 കൂടുതലുണ്ടാവും. അജു ഇനി അങ്ങനെ ഒന്നും മത്തങ്ങ മൂക്കില്ല എന്ന് പറയരുത്. ഞങ്ങൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറുകിയ സാധനം ഒന്നുകൂടെ കുറുക്കി വറ്റിക്കുമ്പോൾ തീർച്ചയായും പൊട്ടിത്തെറിക്കും. അത് പ്രകൃതി നിയമമാണ്. ഈ ലോകം തന്നെ ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയല്ലേ. ബിഗ് ബാങ് തിയറി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതല്ല, ആ കുരു നല്ല മൂപ്പുണ്ടല്ലോ. മത്തങ്ങയുടെ കുരു നല്ല മൂത്തല്ലേ. നല്ല മൂപ്പുണ്ട്. അല്ല ഇനി മൂക്കായിരിക്കും. അടുത്തത് രേണു വിശ്വനാഥൻ, ഈ ഫ്ലാറ്റ് കുട്ടനല്ലൂർ കാണുന്ന ഫ്ലാറ്റ് ആണോ അജു? ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോൾ വഴിയിലുള്ളതാണോ? അല്ല, ഇവിടെ തൊട്ടടുത്തുള്ളതാ. മറ്റേത് അവിടെ നമ്മൾ കുടിലിന്റെ അവിടെ നോക്കുമ്പോ ഒരു ഫ്ലാറ്റ് കാണുള്ളേ, അതാണ് ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോ കാണാം. അടുത്തത് ഗീതമ്മ സുഭാഷ്, അതിൽ കുറച്ച് നെയ്യ് കൂടുതൽ ചേർക്കണമായിരുന്നു. നെയ്യ് കുറവായിരുന്നു എന്ന് കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. സെൽവരാജ് സുധാകരൻ, ഞാൻ ലീവിന് വന്നപ്പോൾ ചക്ക വരട്ടിയിരുന്നു 2 പ്രാവശ്യം. ഞാൻ തനിയാണ് ഇളക്കിയത്. മണിക്കൂറുകൾ ഒരേ നിൽപ്പ്, പിന്നെ പൊട്ടിത്തെറി, ഒരു രക്ഷയില്ല. പിന്നെ ഇതുപോലുള്ള പരിപാടികൾ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ അതിനത് ആസ്വദിച്ച് ചെയ്തോളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു പണിയായിട്ട് തോന്നില്ല നമുക്ക്. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.